ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് 2 ദിവസത്തെ മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം വീണ്ടും നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. എല്ലാം ഉണങ്ങി വരണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ, എൻ്റെ അടീനിയവും കടലാസെടിയും ഒക്കെ. അപ്പോൾ അതൊക്കെ വീണ്ടും നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. കടലാസെടിയിൽ ഒത്തിരി കളക്ഷൻ എനിക്കുണ്ട് കേട്ടോ, മഞ്ഞ, വെള്ള, വയലറ്റ്, അങ്ങനെ ഒത്തിരി കളക്ഷനുണ്ട്. അപ്പോൾ എല്ലാം വീണ്ടും നല്ല ഉഷാറായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊരു 5-6 കൊല്ലം മുമ്പ് മേടിച്ചിട്ട് അമ്പഴങ്ങ മരമാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യ തവണയൊക്കെ മേടിച്ച സമയത്ത് നന്നായിട്ട് ഇത് കാച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ തൈയുമായിരുന്നു. ആ സമയത്തിന് ഒത്തിരി കായകൾ പിടിച്ചു. പിന്നെ ഏകദേശം ഒരു കൊല്ലം കൊണ്ട് മാത്രമേ ഇത് പിന്നെ കായ പിടിച്ചിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വലിയ മരമായി. ഈ മരത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു സൈസ് പുഴു കൊണ്ട് കേട്ടോ, വലിയ പുഴുക്കളാണ്. ഇതിൻ്റെ ഇല ഭാഗത്തല്ല, തടിയിലാണ് ഈ പുഴുക്കൾ ഇരിക്കുന്നത്. അത് ഭയങ്കര ഒരു സൈസ് അലർജി ഉണ്ടാക്കും ഈ പുഴുക്കൾ. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ഈ മരം പാതി വെച്ച് മുറിച്ചിരുന്നു അങ്ങ്. പിന്നെ പൂത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ വീണ്ടും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുല പൂവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് ശരിക്കും പുഴുക്കളുണ്ടാവും. നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. ഇതിനകത്തുണ്ടാകുന്ന പുഴുക്കളെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയ ഡേഞ്ചറായിട്ടുള്ളൊരു പുഴുക്കളാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിനകത്ത് പുഴുകളൊന്നുമില്ല കേട്ടോ. അത് ഏത് സീസണിലാണ് ഉണ്ടായതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പൂപ്പ് കണക്കാണ് ഇതിൻ്റെ പുറത്തെ പുഴുക്കളെല്ലാം വരുന്നത്. പിന്നെ ഇതിൻ്റെ പുളിച്ചി മരമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ എല്ലാ വർഷവും കായ്ക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 3-5 വർഷം കൊണ്ട് ഇത് കായ്വൊന്നുമില്ല. പൂക്കളിങ്ങോട്ട് വരും, അതിന് മുമ്പ് ഇത് കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ കായപ്പോൾ ഞാൻ ദേഷ്യം വന്ന് ഇതിനകത്ത് ഒരു കൊത്തു കൊടുത്തു. അപ്പോൾ അതിന് ശേഷം ഇത് ഭ്രാന്ത് പിടിച്ചിണക്ക് പൂത്ത് മറിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കായ്ക്കാതെയും പൂക്ക് പിടിക്കാതെയൊക്കെ നിൽക്കുന്ന എന്തെങ്കിലും മരങ്ങളുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദേഷ്യം വന്നൊരു കൊത്തു കൊടുക്കും പോലെ കൊടുത്താലും മതി കേട്ടോ. തടിയിൽ കയറി കൊള്ളരുതെന്ന് മാത്രം. അപ്പോൾ പിന്നെ അത് ഭ്രാന്ത് പിടിച്ചിണക്ക് നിറച്ചും കായകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ദാണ്ടേ എൻ്റെ പുളിച്ചി മരം. ഈ കാണുന്നതൊക്കെ എൻ്റെ നാടൻ റംബൂട്ടാൻ മരമാണ്. ഞാൻ കുരുവിട്ട് നട്ടുപൊടിപ്പിച്ചതാണ് കേട്ടോ. ഏകദേശം 3 വർഷമായപ്പോൾ തന്നെ എനിക്കിത് കായ പിടിച്ച് തുടങ്ങി. അതിന് കാരണം ഞാൻ മോതിര വളയും ചെയ്തിരുന്നു. അതിനുശേഷം 2 പ്രാവശ്യം കൂടെ കായ പിടിച്ചു. പിന്നെ 3-ാം വർഷം തൊട്ട് ഇത് വീണ്ടും കായ പിടിക്കാൻ. പിന്നെ ഞാൻ പ്രൂണിങ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഇതുവരെയും കായൊന്നും പിടിച്ചിട്ടില്ല. ഇനിയും നമുക്ക് ഈ വർഷം നോക്കാനുണ്ട് കായ പിടിക്കുമെന്നറിയാനായിട്ട്.